നമസ്കാരം. പോയ വാരത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഈ ലക്കം ആഴ്ചവട്ടം നമ്മൾ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ പുതിയ വ്യക്തിഗത രേഖ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫോട്ടോ പതിപ്പിച്ച നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുവാനാണ് തീരുമാനം. സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ പരിഹരിക്കാനാണ് പുതിയ വ്യക്തിഗത രേഖ നൽകുവാനുള്ള നീക്കമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുവാനാണ് തീരുമാനം. ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്നയാളാണെന്നോ സ്ഥിര താമസക്കാരനാണെന്നോ ആരുടെ മുന്നിലും അനായാസം തെളിയിക്കാൻ പ്രാപ്തനാക്കുന്ന തരത്തിലുള്ള കാർഡായിരിക്കും ഇത്. സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തത്തക്ക വിധത്തിലുള്ള നിയമ പിൻബലത്തോടു കൂടിയ ആധികാരിക രേഖയായിട്ടാകും നേറ്റിവിറ്റി കാർഡ് നൽകുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആധികാരികവും നിയമപിൻബലമുള്ളതുമായ രേഖയായിരിക്കും നൽകുക. ഇപ്പോൾ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകുന്നത് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ചു. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഉപയോഗിക്കാനാവുന്നതും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തത്തക്ക വിധത്തിലുള്ള നിയമപിൻബലത്തോടുകൂടിയ ആധികാരിക രേഖയായിട്ടാണ് കാർഡ് നൽകുക. നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുന്നതിനുള്ള നിയമത്തിന്റെ കരട് നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുവാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തി. സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി കാർഡിനെ ഉപയോഗപ്പെടുത്തുവാനാകും. തഹസിൽദാർമാർക്കായിരിക്കും കാർഡിന്റെ വിതരണ ചുമതല. ന്യൂസ് ഡെസ്ക് ജീവൻ. കോർപ്പറേഷനുകളിലും നഗരസഭകളിലും പുതിയ ഭരണ നേതൃത്വം ചുമതലയേറ്റു. എല്ലാ മേയർമാർക്കും ആദ്യമായി പദവി ലഭിച്ചവരാണ്. വി രാജേഷാണ് തിരുവനന്തപുരം മേയർ. സംസ്ഥാനത്തെ ആദ്യ BJP മേയറാണ് രാജേഷ്. കൊല്ലത്ത് AK ഹഫീസും കൊച്ചിയിൽ VK മിനിമോളും മേയർമാരായി ചുമതലയേറ്റു. തൃശൂരിൽ ഡോക്ടർ നിജി ജസ്റ്റിനും കണ്ണൂരിൽ P ഇന്ദിരയും സത്യപ്രതിജ്ഞ ചെയ്തു. O സദാശിവനാണ് കോഴിക്കോട് മേയർ. 51 വോട്ടുകൾ നേടിയാണ് തിരുവനന്തപുരം മേയറായി വി രാജേഷ് വിജയിച്ചത്. UDFന്റെ 2 വോട്ട് അസാധുവായി. കൊച്ചിയിൽ സ്വതന്ത്രൻ ബാസ്റ്റിൻ ബാബുവിന്റെ വോട്ട് മിനിമോൾക്ക് ലഭിച്ചതോടെ VK മിനിമോൾ 48 വോട്ട് നേടി. ദീപ്തി മേരി വർഗീസ് മിനിമോൾക്ക് വോട്ട് ചെയ്തു. മിനിമോളെ ഷാൾ അണിയിച്ച് ദീപ്തി മേരി വർഗീസ് അഭിനന്ദിച്ചുവെങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാതെ ദീപ്തി ഇറങ്ങിപ്പോയി. തൃശൂർ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ നിജി ജസ്റ്റിന് 35 വോട്ടുകൾ ലഭിച്ചു. കൊല്ലം മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത AK ഹഫീസ് കൊല്ലം കോർപ്പറേഷൻ രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ UDF മേയറാണ്. കോർപ്പറേഷനിൽ UDF പിന്തുണ അറിയിച്ച് SDPI രംഗത്തെത്തിയിരുന്നു. കണ്ണൂർ കോർപ്പറേഷൻ മേയറായി P ഇന്ദിരയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൌൺസിലിൽ 36 UDF അംഗങ്ങളും ഇന്ദിരയെ പിന്തുണച്ചു. O സദാശിവനാണ് പുതിയ കോഴിക്കോട് മേയർ. CPM കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി അംഗമാണ്. സദാശിവനെ 33 വോട്ടുകളാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കോർപ്പറേഷൻ മേയർ സ്ഥാനം അവസാന നിമിഷം കൈവിട്ടു പോയതിൽ മുൻ DGP R ശ്രീലേഖ കടുത്ത അതൃപ്തിയിൽ. കേന്ദ്ര നേതൃത്വം നേരിട്ട് അനുനയ ചർച്ചകളുമായി രംഗത്തെത്തി. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്ത ശ്രീലേഖയെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പ്രചരിച്ചിരുന്നു. അവസാന നിമിഷം വരെ മേയറാക്കുമെന്നായിരുന്നു പ്രതീക്ഷ. അതിനിടെയാണ് വി രാജേഷിനെ മേയറാക്കുവാനുള്ള തീരുമാനം അന്ത്യനിമിഷത്തിലുണ്ടായത്. എന്നാൽ അവസാന ഘട്ടത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും പാർട്ടി തീരുമാനങ്ങളും തിരിച്ചടിയായതാണ് ശ്രീലേഖയെ ചൊടിപ്പിച്ചത്. തന്റെ അതൃപ്തി അവർ പാർട്ടിയെ നേരിട്ട് അറിയിച്ചതായാണ് സൂചന. ശ്രീലേഖയുടെ അതൃപ്തി പരിഗണിച്ച BJP കേന്ദ്ര നേതൃത്വം അടിയന്തരമായ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. മുതിർന്ന കേന്ദ്ര നേതാക്കൾ നേരിട്ട് ശ്രീലേഖയുമായി സംസാരിച്ചതായാണ് വിവരം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ മുഖമായിരുന്ന ശ്രീലേഖയുടെ അതൃപ്തി ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വം. ശ്രീലേഖയെ സമാധാനിപ്പിക്കാനായി വമ്പൻ വാഗ്ദാനങ്ങളാണ് BJP മുന്നോട്ട് വെച്ചത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിതമായ സീറ്റ് ഉൾപ്പെടെയുള്ള പദവികൾ നൽകുന്നത് പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. കൂടാതെ കേന്ദ്രതലത്തിൽ മറ്റേതെങ്കിലും നിർണായകമായ ഉത്തരവാദിത്വങ്ങൾ നൽകി അവരെ സജീവമായി പാർട്ടിയിൽ നിലനിർത്തുവാനാണ് കേന്ദ്ര നേതാക്കളുടെ നീക്കം. വരും ദിവസങ്ങളിലെ ചർച്ചകൾക്ക് ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ. ന്യൂസ് ഡെസ്ക് ജീവൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ 3 മൂഴം ഉറപ്പിക്കുവാനുള്ള നീക്കങ്ങൾ സജീവമാക്കി CPM. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കണമെന്നാണ് CPMൽ ധാരണയായിരിക്കുന്നത്. 3 മൂഴം ഉറപ്പിക്കാനിറങ്ങുന്ന CPMനായി മത്സരരംഗത്തിറങ്ങി പിണറായി തെരഞ്ഞെടുപ്പ് നയിക്കുമോ അതോ മത്സരിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുമോ എന്നാണ് അറിയേണ്ടത്. പിണറായി വിജയൻ മത്സരരംഗത്തില്ലെങ്കിൽ CPM മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കുക ആരെയാകുമെന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. CPM ജനപ്രിയ നേതാക്കളെ മത്സരരംഗത്തേക്ക് പരിഗണിക്കുമെന്ന സൂചനകളാണ് വരുന്നത്.
2021 കർശനമായി നടപ്പിലാക്കിയ 2 ടേം വ്യവസ്ഥ ഇത്തവണ CPM വേണ്ടെന്ന് വെച്ചേക്കും. 2021 CPM വിജയിച്ച 62 സീറ്റുകളിൽ 23 എണ്ണത്തിലും രണ്ടാം തവണയും മത്സരിച്ചവരായിരുന്നു. രണ്ടാം ടേം നിബന്ധന കർശനമാക്കിയാൽ ഈ 23 പേർക്കും CPM ഇത്തവണ സീറ്റ് നിഷേധിക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ഇവരിൽ പകുതി പേരെ മത്സരിപ്പിച്ചില്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാമെന്ന് CPM കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തവണ 2 ടേം വ്യവസ്ഥ കർശനമാക്കിയതിനെ തുടർന്ന് മത്സരരംഗത്തുനിന്ന് മാറ്റി നിർത്തിയ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ഏതാനും നേതാക്കളെ 2026 മത്സരിപ്പിക്കുവാനും CPM ആലോചിക്കുന്നുണ്ട്. 2 ടേം ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, KK ശൈലജ, മന്ത്രിമാരായ വീണ ജോർജ്, OR കേളു എന്നിവർക്ക് അവസരം ലഭിച്ചേക്കും. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ 7 MLA-മാരാണ് രണ്ടാം ഊഴം പൂർത്തിയാക്കിയത്. ജില്ലാ സെക്രട്ടറി വി ജോയി ഒഴികെയുള്ള 6 പേർക്കും വിജയസാധ്യത പരിഗണിച്ച് മൂന്നാം ഊഴം നൽകിയേക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് ജീവൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇടത് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുവാൻ മുതിർന്ന നേതാക്കളെ അടക്കം കളത്തിലിറക്കുവാൻ കോൺഗ്രസ്. VM സുധീരൻ, K സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ നേതാക്കളെ മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നുവെന്നാണ് സൂചന. മുതിർന്ന നേതാക്കൾക്ക് പുറമെ സർപ്രൈസ് സ്ഥാനാർത്ഥികളും മത്സരത്തിനുണ്ടാകുമെന്നാണ് വിവരം. മുൻ KPCC അധ്യക്ഷന്മാരും കളത്തിലിറങ്ങും. തൃശൂരിൽ VM സുധീരൻ, കണ്ണൂരിൽ K സുധാകരൻ, നാദാപുരത്തോ പേരാമ്പ്രയിലോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിങ്ങനെയാണ് സാധ്യതകൾ. ഇതിനു പുറമെ സിനിമാ താരങ്ങൾ അടക്കമുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥികളും പരിഗണിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ച ജനുവരി മധ്യത്തോടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ തവണ LDF-ന് തുടർഭരണം ലഭിച്ചതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഹൈക്കമാൻഡിന്റെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം. നേരത്തെ തന്നെ കേരളത്തിലെ ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. AICC-യുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയും ഉടൻ രൂപീകരിക്കും. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത പരാജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്താനുള്ള തന്ത്രങ്ങൾ CPM-ഉം മെനയുന്നുണ്ട്. വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തി മത്സരം ശക്തമാക്കാനാണ് CPM നീക്കം. ഘടകകക്ഷികളായ NCP, കോൺഗ്രസ് S എന്നിവർ മത്സരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ, കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നിയമസഭാ മണ്ഡലങ്ങൾ ഏറ്റെടുക്കാനുള്ള ആലോചനകളും പാർട്ടിക്കകത്തുണ്ട്. യുവ നേതാക്കളെ CPM മത്സരത്തിനിറക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചമഞ്ഞത് മറ്റുള്ളവരുടെ പണത്തിലാണെന്നും ഇടനില നിന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നും കണ്ടെത്തി. അതേസമയം കേസിൽ അന്വേഷണം ഏറ്റെടുക്കുവാൻ തയ്യാറാണെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചു. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി നൽകിയത് 1.5 കോടി രൂപയാണ്. ചെന്നൈ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ വ്യാപാരികളും പോറ്റി വഴി ദേവസ്വം ബോർഡിന് പണം നൽകി. വ്യവസായികൾ നൽകിയ പണം ഉണ്ണികൃഷ്ണൻ പോറ്റി വകമാറ്റി ചെലവഴിച്ചു. ഈ പണം പലിശയ്ക്ക് നൽകിയാണ് പോറ്റി പണക്കാരനായതെന്നാണ് വിവരം. ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്ന് തമിഴ്നാട്ടിലെ വ്യവസായി D മണി മൊഴി നൽകി. 2019-2020 കാലയളവിലാണ് 4 വിഗ്രഹങ്ങൾ കടത്തിയത്. പണം കൈമാറിയത് 2020 ഒക്ടോബർ 26-നാണെന്നും പണം വാങ്ങിയത് ശബരിമലയുമായി ബന്ധമുള്ള ഉന്നതനാണെന്നും വ്യവസായിയുടെ മൊഴിയിൽ പറയുന്നു. ചെന്നൈയിലുള്ളയാളും ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയിലെ ഉന്നത ബന്ധമുള്ള വ്യക്തിയും തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലെത്തി കച്ചവടം ഉറപ്പിച്ച് പണം കൈമാറുകയും തുടർന്ന് 4 ഘട്ടങ്ങളായി പഞ്ചലോക വിഗ്രഹങ്ങൾ കൈമാറിയെന്നുമാണ് മൊഴി. ഇവർ 3 പേരും ഹോട്ടലിൽ വന്നതിന്റെ തെളിവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് വ്യവസായി കൈമാറിയത്. നേരത്തെ രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയാണ് SITക്ക് മൊഴി നൽകിയത്. ന്യൂസ് ഡെസ്ക് ജീവൻ. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചുള്ള AI നിർമ്മിത ഫോട്ടോയിൽ KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം N സുബ്രഹ്മണ്യനെതിരെ കേസ്. ചേവായൂർ പോലീസാണ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത്. AI നിർമ്മിത ഫോട്ടോ പ്രചരിപ്പിച്ചതിൽ BNS 122 പ്രകാരമാണ് പോലീസ് കേസ്. താൻ കാണുന്നതിന് മുൻപേ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. ഇരുവരും ചേർന്ന് സ്വകാര്യ സംഭാഷണം നടത്തുന്ന ചിത്രങ്ങൾ പ്രചരിക്കുകയാണെന്നും പോറ്റിയുടെ ചെവിയിൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പകർന്നുകൊടുത്തോ എന്ന് സംശയിക്കുന്നു എന്നുമായിരുന്നു AI ചിത്രത്തെക്കുറിച്ച് അടൂർ പ്രകാശ് പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റി നിൽക്കുന്നതായി അടൂർ പ്രകാശ് കാട്ടിയ ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും അതിന്റെ വസ്തുതകൾ പുറത്തുവരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ.
നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ട വിധിക്കെതിരെ അപ്പീൽ നൽകുവാൻ സർക്കാർ അനുമതി. ഡിജിപിയുടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശ സർക്കാർ അംഗീകരിച്ചു. ക്രിസ്മസ് അവധിക്കു ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഡിജിറ്റൽ തെളിവുകൾ വിചാരണ കോടതി തള്ളിയത് നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. നടിയെ ആക്രമിച്ച കേസിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും നൽകിയ ശുപാർശ സാങ്കേതികമായി സർക്കാർ അംഗീകരിച്ചു. ഇതിൽ നേരത്തെ തന്നെ അപ്പീൽ പോകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഏകദേശം 1500ഓളം പേജുകൾ വരുന്ന വിധിപ്പകർപ്പാണ് കോടതി പുറത്തിറക്കിയത്. ഇത് പൂർണ്ണമായും വായിച്ചു പഠിച്ച ശേഷമാണ് അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് കടന്നത്. പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ പരിഗണിക്കാതെ നിസ്സാരമായി തള്ളിക്കളയുകയായിരുന്നുവെന്ന വാദമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിക്കുന്നത്. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പൾസർ സുനി ദിലീപിന്റെ വീട്ടിലെത്തിച്ചുവെന്നായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. അത് തെളിയിക്കുന്ന ഡിജിറ്റൽ രേഖകളും ഉണ്ടായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്ന് ഈ ദൃശ്യങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരുന്നു. ഇത് വിചാരണ കോടതി വേണ്ട വിധത്തിൽ പരിഗണിച്ചിട്ടില്ലെന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. നിലവിലെ SIR കരട് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താത്തവർക്ക് വീണ്ടും പേര് ചേർക്കുവാൻ അവസരമുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ ഗേൽക്കർ. ഇതിനായി പ്രത്യേകം ഫോം പൂരിപ്പിച്ച് നൽകുകയും സത്യവാങ്മൂലം സമർപ്പിക്കുകയും വേണം. 1 മാസത്തേക്ക് പരാതി സമർപ്പിക്കുവാനാവും. ജനുവരി 22 വരെ SIR പൂരിപ്പിക്കുവാനുള്ള സമയം നീട്ടിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താനായി വിദേശത്തുള്ളവർക്ക് പേരുവിവരങ്ങൾ ചേർക്കുവാൻ ഫോം 6A നൽകണം. എല്ലാ ഫോമുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. BLOമാർ വഴിയും ഫോം പൂരിപ്പിച്ച് നൽകാമെന്ന് രത്തൻ കേൽക്കർ പറഞ്ഞു. വിലാസം മാറ്റുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനും ഫോം 8 നൽകണം. ഈ ഫോമുകൾ ലിങ്കിൽ ലഭ്യമാണ്. ആവശ്യമായ രേഖകൾ നൽകാത്ത ആളുകളെ അദാലത്തിന് വിളിക്കുകയാണ് അടുത്ത നടപടി. ഇതിനുശേഷം കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് 1ാം അപ്പീൽ നൽകാം. 1ാം അപ്പീലിലെ ഉത്തരവ് വന്ന 30 ദിവസത്തിനുള്ളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് 2ാം അപ്പീൽ നൽകാവുന്നതാണ്. ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി വരെ പട്ടികയിൽ പേര് ചേർക്കാനാകും. മാറ്റം വരുത്തുവാനും അവസരമുണ്ട്. ഹിയറിംഗിൽ പരാതിയുള്ളവർ 15 ദിവസത്തിനകം ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകേണ്ടതാണ്. ഇതിലും പരാതി ഉണ്ടെങ്കിൽ 30 ദിവസത്തിനകം ചീഫ് ഇലക്ടറൽ ഓഫീസറെ സമീപിക്കാവുന്നതാണ്. കരട് വോട്ടർ പട്ടിക പരിശോധിച്ച് ഓരോരുത്തരും വോട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയിൽ കോൺഗ്രസിൽ അമർഷം. നിർണായക ഘട്ടങ്ങളിൽ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ലെന്നാണ് വിമർശനം. പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തി വേണം പ്രവർത്തിക്കേണ്ടതെന്ന് കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ് ആവശ്യപ്പെട്ടു. ഇന്ദിരാഗാന്ധിയെപ്പോലെ കരുത്തയായ പ്രധാനമന്ത്രിയായിരിക്കും പ്രിയങ്ക ഗാന്ധിയെന്നും മസൂദ് പറഞ്ഞു. പാർലമെന്റിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം BBG റാംജി പദ്ധതി അവതരിപ്പിച്ച വേളയിൽ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളെല്ലാം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ BMW കമ്പനിയുടെ പ്ലാന്റിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയരാൻ ഇടയാക്കിയിരിക്കുകയാണ്. ശശി തരൂർ MP ആശയക്കുഴപ്പത്തിലാണെന്നും ഇമ്രാൻ മസൂദ് പറഞ്ഞു. തരൂരിന് മുഖ്യമന്ത്രിയാകണം, അതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് BJPയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും കേരളത്തിൽ BJPക്ക് ഭാവിയില്ല എന്നതാണ് തരൂരിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നതെന്നും ഇമ്രാൻ മസൂദ് അഭിപ്രായപ്പെട്ടു. ഏറെ മാസങ്ങളായി കോൺഗ്രസിനെ വെട്ടിലാക്കിയ പ്രതികരണങ്ങൾ തുടരുകയാണ് ശശി തരൂർ. ന്യൂസ് ഡെസ്ക് ജീവൻ. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനെ പുകഴ്ത്തി ശശി തരൂർ MP. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ പുരോഗതിയാണ് ബീഹാറിൽ ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നിതീഷ് സർക്കാരിനെതിരെ കോൺഗ്രസ് സമരം ശക്തമാക്കുന്നതിനിടെയാണ് തരൂരിന്റെ പരാമർശം. ബീഹാറിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖല മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ശശി തരൂർ പറഞ്ഞു. രാത്രി വൈകിയും ജനങ്ങൾ ഇപ്പോൾ തെരുവിലുണ്ട്. മുൻപത്തെ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല. വൈദ്യുതി, ജലം എന്നിവ എല്ലായിടത്തുമുണ്ടെന്നും തരൂർ പറഞ്ഞു. നിതീഷ് കുമാറിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നായിരുന്നു തരൂരിന്റെ മറുപടി. कौन से विषय पे क्या चाहिए सर? आप बिहार में हो चुका था प्रश्न। हाँ सर आज बिहार में आए सर, क्या बदलाव आपको दिखा सर बिहार में? देखिए, बदलाव तो बहुत दिखते हैं, लेकिन मैं तो पहले इतना साल पहले नहीं आया था. मैं सुना हूँ कि हाल अच्छा नहीं. ബീഹാറിലെ വികസനം കാണുന്നതിൽ സന്തോഷമുണ്ട്. തീർച്ചയായും അവിടുത്തെ ജനങ്ങൾക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് നൽകേണ്ടതെന്നും തരൂർ പറഞ്ഞു. आजकल तो रास्ते अच्छा लग रहा है. रात के वक्त लोग बाहर है, इलेक्ट्रिसिटी चल रही है, पानी चल रही है, सब कुछ
मेरे ख्याल में अच्छा लगा। ज्ञान की असली रही है, विरासत की असली रही, यहाँ साहित्य उत्सव हो रहा है। नालंदा तो अलग बात है, क्योंकि मैं 20 साल पहले लिखा था जब हमारी നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിഷയത്തിൽ അഭിനന്ദനവുമായി ശശി തരൂർ രംഗത്തെത്തിയത് വിവാദമായിരുന്നു. കേരളത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിച്ച കോൺഗ്രസിനെ അഭിനന്ദിക്കുകയാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കൃത്യമായ സൂചന നൽകുന്നതാണ് കോൺഗ്രസിന്റെ വിജയം. ഭരണവിരുദ്ധ വികാരമുണ്ടെന്നതിന്റെ സൂചനയാണ് 2020 താരതമ്യം ചെയ്യുമ്പോഴുള്ള UDFന്റെ മികച്ച വിജയമെന്ന് ശശി തരൂർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. കുടിയേറ്റക്കാരുടെ എണ്ണം 10% കൂടി വർദ്ധിച്ചാൽ സംസ്ഥാനം ബംഗ്ലാദേശിന്റെ ഭാഗമാകുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. കഴിഞ്ഞ 5 വർഷമായി അസമിൽ വർദ്ധിച്ചുവരുന്ന ബംഗ്ലാദേശി ജനസംഖ്യയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനോടകം തന്നെ അസമിലെ മൊത്തം ജനസംഖ്യയിൽ 40% ബംഗ്ലാദേശി കുടിയേറ്റക്കാർ കൈയടക്കിയെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ഇനിയുണ്ടാകുന്ന ഏതളവിലുള്ള വർധനവും സംസ്ഥാനത്ത് ഗുരുതര രാഷ്ട്രീയ ഭൂമിശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഹിമന്ത ആരോപിച്ചു. ബംഗ്ലാദേശിൽ പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ നേതാവ് ഹസ്നത്ത് അബ്ദുള്ളയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഹിമന്തയുടെ പരാമർശം. ഇന്ത്യ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചാൽ തങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഒറ്റപ്പെടുത്തുമെന്നും വിഘടനവാദത്തെ പിന്തുണയ്ക്കുമെന്നുമായിരുന്നു ഹസ്നത്തിന്റെ പരാമർശം. സംസ്ഥാനത്തിന്റെ പ്രാദേശികവും ഭരണഘടനാപരവുമായ സമഗ്രത ഉറപ്പുവരുത്തുന്നതിന് കർശന നടപടികൾ വേണമെന്നാണ് ഹിമന്ത ആവശ്യപ്പെടുന്നത്. നാഷണൽ ഡെസ്ക് ജീവൻ. ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്നും അതിന് ഭരണഘടനാപരമായ അംഗീകാരത്തിന്റെ ആവശ്യമില്ലെന്നും RSS മേധാവി മോഹൻ ഭാഗവത് കൊൽക്കത്തയിൽ RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ മാതൃഭൂമിയായി കരുതുന്നവരും ഇന്ത്യൻ സംസ്കാരത്തെ വിലമതിക്കുന്നവരും ഹിന്ദുസ്ഥാനിലെ പൂർവികരുടെ മഹിമയിൽ വിശ്വസിക്കുന്നവരും ഉള്ളിടത്തോളം കാലം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി തുടരുമെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു. ജന്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജാതി വ്യവസ്ഥ ഹിന്ദുത്വത്തിന്റെ ലക്ഷണമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. इतनी सारी सेवा करते हैं स्वयंसेवक, 1,30,000 से ऊपर छोटे बड़े सेवा प्रकल्प संघ के स्वयंसेवक विभिन्न संगठनों के माध्यम से देश भर में बिना सरकार का पैसा लिए चलाते. RSS മുസ്ലിം വിരുദ്ധമാണെന്ന തെറ്റായ ധാരണ മാറ്റാൻ ആളുകൾ സംഘടനയുടെ ഓഫീസുകളും ശാഖകളും സന്ദർശിക്കണം. RSSന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാണ്. ഹിന്ദുക്കളുടെ സംരക്ഷണത്തിനു വേണ്ടി നിലകൊള്ളുന്ന സംഘടന മുസ്ലിം വിരുദ്ധമല്ലെന്ന് പലരും ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. RSS കടുത്ത ദേശീയവാദികളാണ്. ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിക്കുന്നത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ്, അധികാരത്തിന് വേണ്ടിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാഷണൽ ഡെസ്ക് ജീവൻ. ജനതാദൾ എസ് ലയനത്തിനായി രൂപീകരിച്ച പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പുതിയ പാർട്ടിക്കാണ് അംഗീകാരം ലഭിച്ചത്. ജനുവരി 10 കൊച്ചിയിൽ വെച്ച് JDS കേരള ഘടകം ISJDSൽ ലയിക്കും. മാത്യു ടി തോമസ് ISJDയുടെ സംസ്ഥാന പ്രസിഡന്റാകും. മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കമുള്ള നേതാക്കളും പുതിയ പാർട്ടിയുടെ ഭാഗമാകും. ദേശീയ തലത്തിൽ JDS BJPയുടെ ഭാഗമായതോടെ കേരള നേതാക്കൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു. മറ്റു പാർട്ടിയിലേക്ക് പോകാനും പറ്റാത്ത സാഹചര്യമുണ്ടായി. തുടർന്ന് പുതിയ പാർട്ടി രൂപീകരിച്ച് ലയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകി. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിക്ക് അനുമതി നൽകിയത്. ഈ പാർട്ടി പുതിയ ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലും JDS ചിഹ്നമായ കറ്റയേന്ത്യ കർഷക സ്ത്രീ അടയാളപ്പെടുത്തിയായിരുന്നു കേരളത്തിലെ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. ISJDയുടെ ചിഹ്നം ചക്രമായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. HD ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ദേശീയ നേതൃത്വം BJPക്കൊപ്പം ചേർന്ന സമയത്ത് തന്നെ കേരള നേതാക്കൾ പാർട്ടിയുടെ ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നു. പക്ഷേ മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയോ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ലയിക്കുകയോ ചെയ്യാത്തതിനാൽ സാങ്കേതികമായി BJP മുന്നണിയിലുള്ള ജനതാദളിന്റെ ഭാഗമാണ് മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ. അത് മറികടക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പാർട്ടി രൂപീകരണം. ന്യൂസ് ഡെസ്ക് ജീവൻ. 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചാ നീക്കത്തിനിടയിലും ഗാസയിൽ ആക്രമണം തുടർന്നുകൊണ്ട് ഇസ്രായേൽ. വടക്കൻ ഗാസയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു പാലസ്തീനി കൂടി കൊല്ലപ്പെട്ടു. ലക്ഷത്തിലേറെ കുട്ടികൾ ഇപ്പോഴും പോഷകാഹാരക്കുറവിന്റെ പിടിയിലാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. 2ാം ഘട്ട വെടിനിർത്തലിനായി പല തലങ്ങളിൽ ചർച്ച പുരോഗമിക്കുമ്പോഴും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. വടക്കൻ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു പലസ്തീനി കൂടി കൊല്ലപ്പെട്ടു. ഖാൻ യൂനൂസിന് നേരെയും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. അതിശൈത്യം തുടരുന്ന ഗാസയിൽ ഇസ്രായേലിന്റെ സഹായവിലക്ക് ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയെന്ന് UN ഏജൻസികൾ ചൂണ്ടിക്കാട്ടി.
താൽക്കാലിക താമസ സംവിധാനങ്ങൾ, പുതപ്പ്, ഇന്ധനം എന്നിവ അടിയന്തരമായി എത്തിക്കണമെന്ന അഭ്യർത്ഥന ഇസ്രയേൽ തള്ളുകയാണ്. വെടിനിർത്തൽ തുടരുന്നതിനിടയിലും ഗാസയിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും വലിയ വെല്ലുവിളിയാണെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയേസസ് പറഞ്ഞു. 1 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രണ്ടാംഘട്ട വെടിനിർത്തലിനായുള്ള മുന്നൊരുക്ക ചർച്ചകൾ മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും തുടരുകയാണ്. ഹമാസിന്റെ നിരായുധീകരണം സമയബന്ധിതമായിരിക്കണമെന്നും അത് നടപ്പായില്ലെങ്കിൽ ഇസ്രയേലിന് ആക്രമണം പുനരാരംഭിക്കാമെന്നും ടെൽ അവീവിൽ സന്ദർശനം നടത്തുന്ന US സെനറ്റർ ലിൻഡ്സി ഗ്രഹാം പറഞ്ഞു. ഹമാസിന്റെ നിരായുധീകരണം ആവശ്യമെങ്കിൽ ഇസ്രയേൽ തന്നെ നേരിട്ട് നടപ്പാക്കുമെന്ന ഊർജ്ജമന്ത്രി ഏലി കൊഹൻ പ്രതികരിച്ചു. അതിനിടെ ഇറാനെ ആക്രമിക്കാൻ വീണ്ടും ഇസ്രയേൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു പങ്കുവയ്ക്കുമെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇറാൻ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുമെന്ന ആശങ്ക മുൻനിർത്തിയാണ് ഇസ്രയേൽ നീക്കമെന്നും റിപ്പോർട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ജീവൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബലാത്സംഗം നടത്തിയെന്ന എംസ്റ്റീൻ രേഖ വെരിഫൈ ചെയ്യുവാൻ സാധിക്കാത്ത ആരോപണമെന്ന രീതിയിലാണ് ട്രംപിനെതിരായ ബലാത്സംഗ ആരോപണം എംസ്റ്റീനിൽ ഉൾപ്പെട്ടത്. എന്നാൽ ആരോപണം നിഷേധിച്ചുകൊണ്ട് US നീതിന്യായ വകുപ്പ് രംഗത്തെത്തി. ചൊവ്വാഴ്ചയാണ് എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടത്. ഇതിൽ ഫെഡറൽ അന്വേഷണ സംഘങ്ങൾക്ക് നൽകിയ മൊഴികളും ഉൾപ്പെട്ടിരുന്നു. ഇതിലാണ് ട്രംപിനെതിരായ ആരോപണം ഉൾപ്പെടുന്നത്. ട്രംപും എപ്സ്റ്റീനും ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ ആരോപണം. ഇതു സംബന്ധിച്ച് ഒരു ലിമോസിൻ ഡ്രൈവറും മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ട്രംപും എപ്സ്റ്റീനും തമ്മിൽ ചർച്ച നടത്തുന്നത് താൻ കേട്ടുവെന്നാണ് ഇയാളുടെ മൊഴി. എന്നാൽ ഈ മൊഴികളിൽ FBI തുടർ പരിശോധന നടത്തിയോ എന്ന് വ്യക്തമല്ല. പക്ഷേ രേഖകളുടെ പരാമർശങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് US നീതിന്യായ വകുപ്പ്. 30,000-ഓളം രേഖകളാണ് എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടത്. അതിൽ ട്രംപിനെതിരായ സ്ഫോടനാത്മകമായ ചില പരാമർശങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. 2020 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ രേഖകൾ FBIക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടത്. ഇത് പൂർണ്ണമായും വ്യാജമാണെന്ന് US നീതിന്യായ വകുപ്പ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ജീവൻ. ഇനി കായിക വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന 3ാം T20 മത്സരത്തിൽ ശ്രീലങ്കയെ 8 വിക്കറ്റിന് തകർത്തുകൊണ്ട് ഇന്ത്യക്ക് പരമ്പര. ഓപ്പണർ ഷഫാലി വർമ്മയുടെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇന്ത്യൻ വനിതകളുടെ വിജയം. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 3-0 ഇന്ത്യ മുന്നിലാണ്. ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ തീരുമാനം ശരിവെക്കുന്ന പ്രകടനമാണ് ഇന്ത്യൻ ബൌളർമാർ കാഴ്ചവെച്ചത്. ലങ്കൻ സ്കോർ 25-ൽ നിൽക്കെ ക്യാപ്റ്റൻ ചമാരി അട്ടപ്പട്ടുവിനെ ഹർമൻപ്രീതിന്റെ കൈകളിലെത്തിച്ച ദീപ്തി ശർമ്മയാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത്. പിന്നാലെ എത്തിയ രേണുക സിംഗ് താക്കൂർ ലങ്കൻ നിരയെ പിടിച്ചുകുലുക്കി. 25 റൺസെടുത്ത ഹസാനി പെരേര, ഹർഷിത സമരവിക്രമ, നിലാക്ഷി ഡിൽസിൽവ എന്നിവരെ രേണു പുറത്താക്കി. ദീപ്തി ശർമ്മ 3 വിക്കറ്റും രേണുക സിംഗ് 4 വിക്കറ്റും വീഴ്ത്തിയതോടെ ശ്രീലങ്ക നിശ്ചിത 20 ഓവറിൽ 112 റൺസിൽ ഒതുങ്ങി. 113 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്ക് ഷഫാലി വർമ്മ മിന്നും തുടക്കമാണ് നൽകിയത്. ആദ്യ ഓവറിൽ 4ാം പന്തിൽ സിക്സറും തുടർന്നുള്ള പന്തുകളിൽ ബൗണ്ടറികളും നേടി ഷഫാലി തന്റെ വരവറിയിച്ചു. വെറും 24 പന്തിൽ നിന്ന് ഷഫാലി അർദ്ധ സെഞ്ചുറി തികച്ചു. മറുഭാഗത്ത് സ്മൃതി മന്ദാന, ജമീമ റോഡ്രിഗസ് എന്നിവർ പെട്ടെന്ന് പുറത്തായെങ്കിലും ഷഫാലി ലങ്കൻ ബൌളർമാരെ കടന്നാക്രമിച്ചു. 42 പന്തിൽ 11 ഫോറും 3 സിക്സറുമടക്കം 79 റൺസോടെ ഷഫാലി പുറത്താകാതെ നിന്നു. 14ാം ഓവറിലെ 2ാം പന്ത് സിക്സറിന് തൂക്കി ഷഫാലി ഇന്ത്യയെ വിജയത്തിലെത്തിക്കുമ്പോൾ 40 പന്തുകൾ ബാക്കിയുണ്ടായിരുന്നു. 4 വിക്കറ്റ് വീഴ്ത്തിയ രേണുകയാണ് കളിയിലെ താരം. സ്പോർട്സ് ഡെസ്ക് ജീവൻ. പോയ വാർത്തകളും വിശേഷങ്ങളുമായി ഇനി ആഴ്ചവട്ടം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.